വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹാപ്പി അല്ലേ? കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂട്ടത്തിലൊരു തള്ള വൈബാണ് ഞാൻ. എൻ്റെ അടുത്താണ് ഇവർ റിലേഷൻഷിപ്പ് അഡ്വൈസിന് വരുന്നതും അങ്ങനത്തെ കാര്യത്തിനൊക്കെ വരുന്നത്. അത് ഞാനിതൊക്കെ നശിപ്പിച്ച് കളയും. ഞാൻ രാവിലെ 10 മണിക്ക് മറ്റേ KSRTC പാല സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ് കയറി വൈകുന്നേരം ഒരു 3 മണി 4 മണി ആയപ്പോൾ ഞാൻ കോഴിക്കോട് എത്തി. ബസ് സ്റ്റാൻഡിലിറങ്ങി. എനിക്ക് വിശക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ചായക്കടയിൽ പോയി പഴംപൊരിയും ചായയൊക്കെ കഴിച്ച് ഞാൻ അടുത്ത ബസ് കയറി ഞാൻ കണ്ണൂർക്ക് പോയി. അപ്പോൾ കോഴിക്കോട് ടൗൺ മുഴുവൻ എന്നെ അന്വേഷിക്കുകയാണ്, പോലീസ് ആൾക്കാർ ഒക്കെ ആയിട്ട്. വീട്ടിലും ടെൻഷനായി, കാരണം എവിടെ പോയി നല്ല ഫോണൊന്നും ഇല്ലല്ലോ ആ സമയത്ത്. അവസാനം ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സുകളെല്ലാം പിടിച്ച് നിർത്തി കണ്ണൂരുള്ള ആൾക്കാർ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഏതൊരു ബസ് വരും നോക്കിയപ്പോൾ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്നു, ബാഗിടാ. EMS മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. EMS എനിക്ക് പണ്ട് ചെറിയൊരു വിക്ക് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ എന്നെ വീട്ടിലെല്ലാവരും EMSൻ്റെ കൊച്ചുമോള് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശരിക്കുള്ള വിചാരം EMSൻ്റെ സ്വന്തം അച്ഛനാണെന്നായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ലോൺ അടയ്ക്കാൻ പോകുമായിരുന്നു ബാങ്കിൽ. ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോകുമായിരുന്നു. അത് ഒരു 6ാം ക്ലാസ് മുതൽ ഞാൻ കോട്ടയത്തു നിന്ന് കണ്ണൂർ വരെ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ എനിക്ക് പാളിയിട്ടേ ഉള്ളൂ. ഭയങ്കരമായിട്ട് നല്ല പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഒരു 18 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ അവരെ കൊല്ലാൻ വിടുന്ന പോലത്തെ ഒരു തോന്നലാണ്. എനിക്ക് 26 വയസ്സുള്ളപ്പോഴോ 27 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ അത് ഒരു കല്യാണപ്രായമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനെ പറ്റി മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പം ഞാൻ അച്ഛനോട് അച്ഛൻ ഞാൻ കല്യാണം കഴിക്കണ്ടേ, എനിക്ക് അച്ഛൻ പറയും നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്നാണ്. അപ്പം അപ്പം അമ്മ എപ്പോഴും പറയും അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കല്യാണം. ഞാൻ പറയും എൻ്റെ അല്ല, ഞാൻ കല്യാണം കഴിക്കേണ്ടെന്ന് അച്ഛൻ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യരും മോശം ആൾക്കാരല്ല ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും നല്ല ആൾക്കാരും അല്ല. ചില ആൾക്കാരുടെ ചില സ്വഭാവങ്ങളും നമ്മളുടെ സ്വഭാവവും തമ്മിൽ ചേരണം എന്നില്ല. പറയുമ്പോൾ ഒരുപാട് ഓണം നമ്മളെക്കാട്ടിലും കൂടുതൽ ഉണ്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സ്ഥലത്തു നിന്നാണല്ലോ ഈ ഓണം ഉണ്ടത്. നമ്മൾ പല സ്ഥലത്തുനിന്ന് ഓണം ഉണ്ടെന്നതിൻ്റെ ഒരു വ്യത്യാസം നമുക്കാണ്. Independent women know their own worth and pave their own path. ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ റീനു. എൻ്റെ കൂടെ ഉള്ളത് ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണെന്ന് നിഖില വിമൽ. വെൽക്കം. താങ്ക് യു. ഒരുപാട് സിനിമകൾ കണ്ടു. ഇപ്പം പോസ്റ്ററൊക്കെ കണ്ടിട്ട് വ്യത്യസ്തതയുള്ള ഒരു പ്രമേയമായിട്ട് തോന്നിയൊരു സിനിമയുമായിട്ടാണ് വരുന്നത്. ആ സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ എന്നെപ്പോലെ തന്നെ എല്ലാവരും ആകാംക്ഷാഭരിതരാണ്. പറയൂ, എന്താണ് ബേബി എന്നാണ് സിനിമയുടെ പേര്. ഞാനും ഉണ്ണി മുകുന്ദനും ഫസ്റ്റ് പെയറപ്പ് ചെയ്യുന്ന സിനിമയാണ്. ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഫസ്റ്റ് സിനിമയാണ്. വിനയ് ഗോവിന്ദ് ഒരു 10 വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ്. അങ്ങനെ പല പല പ്രത്യേകതകളുള്ള സിനിമയാണ്. ഒരു ബ്രീസി ഫാമിലി എൻ്റർടൈനർ പോലുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രശ്നമാണല്ലോ പൊതുവെ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമ ഇല്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. കണ്ടാൽ ഇഷ്ടമാവും. ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫാമിലി, IVF. ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് ഉണ്ണി ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പം ജനറലി ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളെയാണല്ലോ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ഉള്ളൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇനി നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നമുക്ക് ഏറ്റവും മറുപടി പറയാൻ എളുപ്പമുള്ളൊരു ചോദ്യമുണ്ട്, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മുഷിയാത്തൊരു ചോദ്യമുണ്ട്, ചിലപ്പോൾ നമ്മൾ എന്തിനാ ചോദിക്കണേ അറിയാണ്ട് ഉത്തരം പറയുന്നൊരു ചോദ്യമുണ്ട്. ഹാപ്പി അല്ലേ? കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? മടുപ്പ് തോന്നാറൊക്കെ ഉണ്ട്, ഇല്ല എന്നില്ല. പക്ഷേ സിനിമ ചെയ്യുമ്പോഴാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വേറൊന്നിനെ പറ്റി ആലോചിച്ച് സ്ട്രെസ്ഡ് ആവാത്തൊരു സമയം സിനിമയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ടൈം ഭയങ്കരമായിട്ട് വേസ്റ്റ് ചെയ്യുകയാണെന്ന് തോന്നാറുണ്ട് എനിക്ക്. ഒരുപാട് അനാവശ്യമായി ചിന്തിച്ച് കാട് കയറി വേറെ എന്തൊക്കെയോ ചിന്തിച്ച് നമുക്ക് എന്തൊക്കെയോ സംഭവിക്കും എന്നൊക്കെ ആലോചിക്കുന്ന സമയമൊക്കെ അങ്ങനെ അല്ലാത്ത സമയങ്ങളിലാണ്. എനിക്ക് ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള ബ്രേക്കുകൾ ഇഷ്ടമാണ്. ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്തൊരു സിനിമ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇത്ര ദിവസത്തിൽ കൂടുതലുള്ള ബ്രേക്കുകൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്.
ഞാനിങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ആലോചിച്ച് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമുക്കൊരു പെർമനൻറ്റ് ജോബ് പോലത്തെ ഒരു സെറ്റപ്പ് അല്ലല്ലോ. അപ്പം ഞാനിപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞാലും ഞാനിപ്പോൾ ചോദിക്കാം, എന്ത് ജോലി, നല്ല ജോലിയാണല്ലോ, നല്ല വരുമാനമൊക്കെ ഉണ്ടോ എന്നുള്ള സെറ്റപ്പിലേക്ക് മാറി ഞാൻ ഇപ്പോൾ. ഇന്നലെ ഞാനൊരു സ്റ്റുഡിയോയിൽ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ സ്റ്റുഡിയോ നല്ല ലാഭമാണല്ലേ എന്നായി. നമുക്കൊരു പ്രൊഡ്യൂസറുണ്ട്, ഒരു അനീഷേട്ടൻ എന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ എപ്പോഴും, അനീഷേട്ടൻ പ്രൊഡ്യൂസറാണെങ്കിലും അനീഷേട്ടൻ ഈ ഇൻറ്റീരിയർ മറ്റേ ഇതൊക്കെ ചെയ്യുന്നതും ഈ കല്യാണം എന്താ പറയുക ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അനീഷേട്ടനെ തന്നെ ഞാനൊരു പാവം 12 മണിക്കാരൻ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഞാൻ അനീഷേട്ടനോട് ഞാൻ സിനിമ ഇല്ലാണ്ടായ നിങ്ങളോട് 12 മണിക്ക് വരട്ടെ എന്ന് വരെ ഞാൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഒരു ചായക്കട തുടങ്ങിയാലോ, അങ്ങനെ പല ബിസിനസ് പ്ലാനാണ് ഇപ്പം വെറുതെ ഇരുന്ന് ആലോചിക്കും. പക്ഷെ ഇത് ഇല്ലാണ്ടായ എന്ത് ചെയ്യും എന്നുള്ളത് എപ്പോഴും ആലോചിക്കും. എനിക്ക് സിനിമ ഉള്ള സമയമാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്കത് അറിയാം, എനിക്ക് ചെറിയ കാര്യങ്ങൾ എഫക്റ്റഡ് ആവുന്ന ഒരാളാണ്. അപ്പം ഞാനിതിങ്ങനെ കവറപ്പ് ചെയ്യാൻ എനിക്ക് അറിയാം, അത് നന്നായി കവറപ്പ് ചെയ്ത് പെരുമാറാനും എനിക്കറിയാം. പക്ഷെ ഉള്ളിലുണ്ടാവുമല്ലോ അത്. അപ്പം അങ്ങനെ ഒരു കാര്യം എന്നെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സ്ട്രെസ് പീരീഡ് അത് നിഖിലേക്ക് മാത്രമല്ല, പല കാര്യങ്ങൾ കൊണ്ടാണല്ലോ നമുക്ക് വരിക. എസ്കേപ്പിസം പലതരത്തിലാണല്ലോ. എനിക്ക് ഉറങ്ങിയാൽ മതി, അപ്പോൾ ഉറങ്ങാം. എനിക്ക് എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഉറങ്ങും. 10 മണിയാകുമ്പോൾ ഉറങ്ങും. മനസ്സിന് ഭയങ്കര സന്തോഷമുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് പറയും. സമാധാനം. കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങിപ്പോവും. പിന്നെ എനിക്ക് ഭക്ഷണം ഉണ്ട്, എനിക്കും ഉണ്ടത്. എല്ലാം ഉണ്ട്. നേരെ വീട്ടിലോട്ടാണോ ഈ പീരീഡിൽ പോവുക, അവിടെ താമസിക്കുക, അമ്മയുടെ അടുത്ത് നിൽക്കുക? ഇല്ല അങ്ങനെയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയായിരിക്കും. അമ്മയുടെ അടുത്ത് ഞാൻ പറയില്ല. അമ്മയ്ക്ക് ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് എഫക്റ്റഡ് ആവുമെന്ന് തോന്നുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അമ്മയുടെ അടുത്ത് പറയാറില്ല. ചേച്ചിയുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും എന്നുള്ളതല്ലാതെ അമ്മയുടെ അടുത്ത് ഞാൻ വളരെ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത് അമ്മയ്ക്ക് അറിയില്ല. അത് ഞാൻ അധികം വീട്ടിൽ പോവില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഓക്കെയാണ്. അപ്പം ഞാൻ തന്നെ കരഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ ഈ ചില വീഡിയോസ് കാണില്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, പിന്നെ അത് ചെയ്തിട്ട് തിരിച്ചു വന്ന് കരയുമെന്ന് പറയുന്നത് ഞാനങ്ങനെ ചെയ്യും. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ലിറ്ററലി എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ്. ഞാൻ ചിലപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടായിരിക്കും ഇപ്പുറത്ത് വന്നിരുന്ന് ആലോചിച്ച് പിന്നെ കാട് കയറി കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും കുക്കർ വിസിലടിക്കുന്നത്. ഞാൻ ഞാൻ ഓഫാക്കും, തിരിച്ചു വന്ന് പിന്നെ ഇരുന്ന് കരയും. അങ്ങനെയാണ്. അപ്പോൾ സിനിമകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരില്ലേ? എനിക്ക് ഇമോഷണൽ സിനിമകൾ കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ആകാശദൂത് പോലത്തെ സിനിമ. എനിക്ക് ആകാശദൂത് പോലെയുള്ള സിനിമകൾ പണ്ട് ഭയങ്കര, എനിക്ക് സമ്മാനം എന്നൊക്കെ പറഞ്ഞൊരു സിനിമയുണ്ട്. പണ്ട് ആനക്കുട്ടീനെ ഗിഫ്റ്റ് ചെയ്യുന്നിട്ട് ആനക്കുട്ടീനെ കട്ടി വിടുന്നത്, അത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. EMS മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. EMS എനിക്ക് പണ്ട് ചെറിയൊരു വിക്ക് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ എന്നെ വീട്ടിലെല്ലാവരും EMSൻ്റെ കൊച്ചുമോള് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശരിക്കുള്ള വിചാരം EMSൻ്റെ സ്വന്തം അച്ഛനാണെന്നായിരുന്നു വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ പുള്ളി EMS മരിച്ചു എന്ന് പറഞ്ഞപ്പം വീട്ടുകാർ മറ്റേ എനിക്കറിയാവുന്ന ഒരു പേരാണല്ലോ EMS എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ മോളെ EMS മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ അയ്യോ EMS അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഇപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും മാത്യുവിനെയോ നസ്ലിനെയോ ഒക്കെ ആരെങ്കിലുമൊക്കെ അടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് സിനിമയാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പാടാണ്. അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവും. ഞാൻ യു ഡോണ്ട് ടോക്ക് അബൌട്ട് പീപ്പിൾ, അണ്ടർസ്റ്റാൻഡ്? നിഖില ഒരിക്കലും ഒരു ഗോസിപ്പ് കൈൻഡ് ഓഫ് ഒരാളല്ല, അങ്ങനെ പറയുന്ന ഒരാളല്ല. നേരെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ഫേസ് ടു ഫേസ് ഇങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിഖിലയുടെ ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആൺകുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ടോപ്പിക്സ് ഒത്തിരി സ്പോർട്സ്, കാസ്, പൊളിറ്റിക്സ്, ഡെഫിനറ്റ്ലി സിനിമ ഒക്കെ അതിൽ കടന്നു വരും. നിഖിലയുടെ ഫ്രണ്ട്സിലേക്ക് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ, ഞാൻ നിഖിലയെ ഫ്രണ്ട്സ് ആണെങ്കിൽ, അങ്ങനെ ഒരു ആളുകൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ടോപ്പിക് എന്തായിരിക്കും? ലൈക്ക് ബിക്കോസ് യു ഡോണ്ട് ടോക്ക് അബൌട്ട് പീപ്പിൾ. വി ടോക്ക് അബൌട്ട് പീപ്പിൾ. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഗോസിപ്പ് ചെയ്യുക എന്നുള്ളത് പോലെയല്ല. ചിലരുടെ സക്സസ് കാണുമ്പോൾ അതൊക്കെ നമുക്ക് ജെനുവിൻലി അറിയുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ പറയാറും. എനിക്ക് മൊത്തത്തിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്കൊരു കുറച്ച്
ഒരു മൂത്താപ്പ ഫീലാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. എൻ്റെ അടുത്താണ് ഇവർ ഈ അഡ്വൈസിന് വരുന്നതും റിലേഷൻഷിപ്പ് അഡ്വൈസിന് വരുന്നതും അങ്ങനത്തെ കാര്യത്തിനൊക്കെ വരുന്നത്. അത് ഞാനിതൊക്കെ നശിപ്പിച്ച് കളയും. അല്ല അതാണ് ഞാൻ മറ്റേ എൻ്റെത് വേറൊരു പെർസ്പെക്റ്റീവാണ്. അയ്യേ കളഞ്ഞിട്ട് എന്നുള്ളൊരു സാധനം. അതിലൊരാൾ അഷ്വറൻസ് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ നിന്നെ ഇന്ന് വേണ്ടെങ്കിൽ നീ ഇന്നലെ കളയണം. അങ്ങനത്തെ സാധനമൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ വേറെ ആൾക്ക് അങ്ങനത്തെ അഡ്വൈസ് കൊടുക്കാനൊക്കെ ഞാൻ ഭയങ്കര മിടിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് റിലേഷൻഷിപ്സും അഡ്വൈസും ആയിട്ടാണ് എൻ്റെ അടുത്ത് ജനറലി വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പോൾ കരിയർ അഡ്വൈസ് അല്ലെങ്കിൽ ഇതെന്ത് ചെയ്ത് അങ്ങനെ ആയിരിക്കുമോ, അത് നല്ലതായിരിക്കും. പിന്നെ ഞാനിങ്ങനെ ഒരു മൂത്താപ്പ ഫീലാണ് എനിക്ക്. ഒരു കൂട്ടത്തിലൊരു തള്ളവൈബാണ് ഞാൻ. ഇപ്പോൾ സിനിമ പോലൊരു മേഖലയിൽ ശരിക്കും സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ ഉണ്ടാക്കാൻ എളുപ്പമാണോ? സിനിമയിൽ ടെമ്പററി സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്പേസാണ്. പെർമനൻറ്റ് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയാൽ വളരെ നല്ല, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്ത സ്പേസൊന്നുമല്ല. സിനിമക്കാരാണ് എന്ന് പറയുന്നൊരു സാധനം ഉള്ള ആൾക്കാരൊന്നുമല്ല എല്ലാവരും. പക്ഷേ ടെമ്പററി നമുക്കൊരു ഈ പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ്, സോഷ്യലൈസിങ് അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സൗഹൃദം സെറ്റപ്പ് ഉണ്ടാക്കാം. അതർവൈസ് നിങ്ങൾക്കൊരു പെർമനൻ്റ് ആയിട്ട് ഇവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ സിനിമയിലുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ എനിക്കിഷ്ടമുള്ള ആൾക്കാരെല്ലാവരും എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ കോൺവെർസേഷൻ എന്നല്ല കേട്ടോ. പക്ഷേ എനിക്കൊരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് 10 കൊല്ലം മുന്നേ കണ്ടതുപോലെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എനിക്ക് പരിചയമുള്ള, എൻ്റെ ഫ്രണ്ട്സായിട്ട് സിനിമയിലുള്ള ആൾക്കാരെല്ലാവരും. പിന്നെ നിഖിലയുടെ ശ്രദ്ധിച്ച കാര്യങ്ങളിലൊന്ന്, അത് ശ്രദ്ധിച്ചല്ല, യു ആർ ഇൻഡിപെൻഡൻറ്റ്, ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണ്. പെൺകുട്ടിയുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ആദ്യകാലങ്ങളിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രമാണ് ഇൻഡിപെൻഡൻസ് എന്നാണ്. പക്ഷെ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, എടീ ഫിനാൻഷ്യലി മാത്രമല്ല ഒരു കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവണ്ടേ, പൈസ ഉണ്ടായി എന്ന് വെച്ച് കോമൺ സെൻസോ ബാക്കി കാര്യങ്ങൾ അറിയാനോ ഉള്ളൊരു ബോധം ഒരാൾക്ക് ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ലെന്ന്. ശരിക്കും നമ്മുടെ വീടുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസ് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എന്തായാലും പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എനിക്ക് ചെറുപ്പം തൊട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിഖിലയുടെ അടുത്ത് ഒരു പെൺകുട്ടി എപ്പോഴാണ് എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എപ്പോഴാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന ചോയ്സ് എന്നുള്ളതുണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛനും സുഖം ഉണ്ടാകാത്ത കുറേ കാലം ഉണ്ടായിരുന്നു. അച്ഛന് വയ്യാതെ കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ബാക്കി ആ വീട്ടിലുള്ളത് 3 പെൺകുട്ടികൾ മാത്രമാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. കാരണം അച്ഛനാണ് എല്ലാം അമ്മയ്ക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്കൊന്നും അറിയില്ല. അച്ഛന് വയ്യാണ്ടായപ്പോൾ അമ്മ എല്ലാം പിന്നെ 1 മുതൽ പഠിക്കേണ്ടി വന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ അമ്മ ഞങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കി എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. ഇപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ലോൺ അടയ്ക്കാൻ പോകുമായിരുന്നു ബാങ്കിൽ. ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോകുമായിരുന്നു. അത് പൈസ തന്നിട്ട് ഇത് കൊണ്ടുപോയി അടയ്ക്കുക, അവിടെ കൊണ്ടുപോയിട്ട് ആ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പം അന്ന് മുതലേ ഇത് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് ഇപ്പോഴും ഇതിനൊന്നും വേറൊരു ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാളോട് പെട്ടെന്ന് ഒരു കുട്ടിയോട് പോയിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അയ്യോ എന്ന് ചിന്തിക്കാൻ പോലുള്ള ഇതുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ തന്നെ ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് അമ്മ ആക്കിയതാണ്. അതായത് പല കാര്യങ്ങളും. ഇപ്പം ഞാൻ പഠിച്ചത് ഭരണങ്ങാനത്താണ്, കോട്ടയത്ത്. അപ്പോൾ അവിടുന്ന് വെക്കേഷന് നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും അമ്മയ്ക്ക് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ബസ്സിൽ കയറിക്കോ, അവിടുന്ന് ഒരാൾ കയറ്റി വിടും, ബസ് കയറിക്കോ, അവിടുന്ന് രാവിലെ 3 മണിയാകുമ്പോൾ ഞങ്ങളിവിടെ കാത്തു നിൽക്കാം, ആ ട്രാവൽ മുഴുവൻ നിങ്ങൾ വന്നോ, കുഴപ്പമില്ല, ബസ്സിലല്ലേ വരുന്നത്, ബസ്സിൽ നിന്ന് ഇപ്പം വേറെ എവിടെ ഇറങ്ങി പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 6ാം ക്ലാസ് മുതൽ ഞാൻ കോട്ടയത്ത് നിന്ന് കണ്ണൂർ വരെ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. അപ്പം എനിക്കിത് ശീലം ആയി. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പം എനിക്ക് കൂടെ ആരെങ്കിലും വന്നാലാണ്, ഇപ്പം കൂടെ വരുന്ന ആളെ എന്താ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പം ഞാൻ ഇപ്പം എൻ്റെ കൂടെ ഒരാൾ വന്നാൽ ഞാൻ അവരുടെ കാര്യത്തിൽ കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവാണ്. അയ്യോ അവർക്കിത് അറിയായിരിക്കുമോ അങ്ങനെയുള്ളൊരു സാധനം എനിക്കുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. ഇപ്പോൾ രാത്രി എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പേടിയില്ല. അത്
വീട്ടിൽ നിന്ന് ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആക്കിയതാണ്. അമ്മ ഇപ്പം അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ടൂ മച്ച് ഇൻഡിപെൻഡൻസി ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അന്ന് മുതലേ അതിങ്ങനെ ശീലമായതുകൊണ്ട് നമ്മുടെ ലൈഫിൽ വന്നതാണ്. അങ്ങനെ അത് ഞാൻ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തെടുത്തു എന്നൊന്നും പറയുന്ന സാധനമൊന്നുമല്ല. 6ാം ക്ലാസ് ഞാൻ ഇപ്പം ആലോചിച്ച് 10ാം ക്ലാസ്സിൽ ഞാൻ കോതമംഗലം ടു ഏറ്റുമാനൂർ 2 മണിക്കൂറേ ഉള്ളൂ ബസ്സിൽ പോയത്. കഴിഞ്ഞ ആഴ്ചയും കൂടെ എൻ്റെ മോൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് 10ാം ക്ലാസ്സിൽ ഞാൻ തന്നെ ഞാൻ യൂഷ്വലി നമുക്ക് വൈകുന്നേരം 5 മണിക്ക് അവിടെ നിന്നൊരു ബസ്സുണ്ട്, അതിന് കയറി രാവിലെ 3 മണിയാകുമ്പം കണ്ണൂരെത്തും. ഒരു പ്രാവശ്യം എൻ്റെ വല്യമ്മ അച്ഛൻ്റെ ചേച്ചി മരിച്ചപ്പോൾ അമ്മ അവിടെ നിന്ന് ബസ് കയറ്റി വിട്ടോ, കോഴിക്കോട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് നിൽക്കും, പുള്ളി അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് പുള്ളി കണ്ണൂർ കൊണ്ടുവിടെന്ന് പറഞ്ഞു. ഇവർ ബസ് കയറ്റി വിട്ടോ എന്നുള്ളത് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, കോഴിക്കോട് ഒരാൾ നിൽക്കുന്ന എന്നോട് പറഞ്ഞില്ല. ഞാൻ രാവിലെ 10 മണിക്ക് മറ്റേ KSRTC പാല സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ് കയറി വൈകുന്നേരം ഒരു 3 മണി 4 മണി ആയപ്പോൾ ഞാൻ കോഴിക്കോട് എത്തി. ബസ് സ്റ്റാൻഡിലിറങ്ങി. എനിക്ക് വിശക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ചായക്കടയിൽ പോയി പഴംപൊരിയും ചായയൊക്കെ കഴിച്ച് ഞാൻ അടുത്ത ബസ് കയറി ഞാൻ കണ്ണൂർക്ക് പോയി. അപ്പോൾ കോഴിക്കോട് ടൗൺ മുഴുവൻ എന്നെ അന്വേഷിക്കുകയാണ്, പോലീസ് ആൾക്കാർ ഒക്കെ ആയിട്ട്. വീട്ടിലും ടെൻഷനായി, കാരണം എവിടെ പോയി നല്ല ഫോണൊന്നും ഇല്ലല്ലോ ആ സമയത്ത്. അവസാനം ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സുകളെല്ലാം പിടിച്ച് നിർത്തി കണ്ണൂരുള്ള ആൾക്കാർ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഏതൊരു ബസ് വരും നോക്കിയപ്പോൾ ബസ്സിൽ ഞാൻ ഇറങ്ങി വരുന്ന ബാഗ് ഇടാ, ഞാൻ വെച്ച് കണ്ണൂരാണ് എന്നെ കാത്ത ആൾ നിൽക്കാന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം എൻ്റെ വീട്ടിൽ ബാക്കി അമ്മ എപ്പോഴും ബാക്കി എല്ലാവർക്കും പേടിയായിരുന്നു. അയ്യോ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു. എൻ്റെ ഒരു വല്യമ്മയുണ്ട്, എല്ലാത്തിനും പേടിയുള്ളൊരു വല്യമ്മയുണ്ട്, എന്ത് ചെയ്താലും പേടിയുള്ളൊരു വല്യമ്മയുണ്ട് എനിക്ക്. അയ്യോ അതെടുത്തതായി പോയോ, ഇതെടുത്ത് എങ്ങനെ പോയോ, അതങ്ങനെ അയ്യോ അത് പോയോ, അയ്യോ അതൊന്നും അങ്ങനെ പേടിയുള്ളൊരു വല്യമ്മയുണ്ട്. വല്യമ്മ മാത്രം പറഞ്ഞു നീനും അല്ലേ വന്നോളും എന്ന് പറഞ്ഞു എന്ന്. അപ്പം അങ്ങനെയൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. എനിക്കങ്ങനെ അതിലൊന്നൊരു ഞാൻ വിചാരിക്കുന്നില്ല എന്നെ കൂട്ടാൻ ഒരാൾ കോഴിക്കോട് ആഴ്ത്തി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഞാനങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ ഞാൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് പോലും എനിക്ക് ആയിരുന്നില്ല, എനിക്ക് അറിയായിരുന്നില്ല. പിന്നെ വലിയതായി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം ആരും ചെയ്തിട്ടില്ല അല്ലേ എന്നുള്ളത് എനിക്ക് രാവിലെ 10 മണിക്ക് വിശക്കില്ലേ, ചോറ് കഴിക്കാൻ ഒരു കടയിൽ പോലുള്ള എൻ്റെ ഇൻട്രോവേർട്ട് മെന്റാലിറ്റി സമ്മതിച്ചില്ല. പഴംപൊരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് മത്സരത്തിന് ഓടിക്കാൻ വിടുന്ന ഇതുപോലെ 100 മീറ്ററാണ് ഞാൻ ഓടണമെങ്കിൽ, അല്ലെങ്കിൽ മാരത്തൺ തീരണവരെ നിൽക്കൂല, അറ്റം വരെ എത്തിച്ചു. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കാൻ ഭയങ്കര പണിയാണ് എന്നെക്കൊണ്ട്. എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര മടിയാണ്. വൺസ് ഞാൻ ആ ഡിസിഷൻ എടുത്താൽ ആ ചാവുന്നത് വരെ ഞാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. എന്ത് കഷ്ടപ്പെട്ടു എന്ത് ഡിസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക, പക്ഷെ പകുതി എത്തുമ്പോൾ മനസ്സിലായി വേണ്ടായിരുന്നു. ഇല്ല, എന്നാലും നിൽക്കും ഞാൻ അതിൽ. വിട്ടിട്ടൊരു കളിയില്ല. ഇല്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമകളുടെ കാര്യത്തിലും ഇപ്പം എൻ്റെ അടുത്തൊരാൾ കഥ പറഞ്ഞ് ആ കഥ ഞാൻ ഓക്കെ പറയും, കുറേ സമയം എടുക്കും എനിക്ക് പറ്റും. ഞാൻ പലതും ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് വേണോ വേണ്ട വൺസ് ആ സിനിമ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നിന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും ഒക്കെ ആ സിനിമയുടെ കൂടെ ഞാൻ നിൽക്കും. എനിക്ക് അതറിയില്ല. എനിക്ക് ആ സിനിമ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യും എന്ന് പറയുന്നത് ചെയ്യാറുണ്ട്. എനിക്ക് 10 വർഷം മുന്നേ എൻ്റെ അപ്പൻ മരിച്ചു പോയതാണ്. അപ്പം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് ഞാൻ അച്ചീവ് ചെയ്തൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും ഉണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ബീൻ സോ പ്രൗഡ് എന്നുള്ളൊരിതുണ്ട്. കോവിഡ് തന്ന ഏറ്റവും വലിയൊരു നിഖിലയുടെ ജീവിതത്തിൽ തന്നൊരു വിഷമം അച്ഛൻ്റെ ഒരു യാത്രയാവലാണ്. ഏതെങ്കിലും പോയിന്റിൽ പെയിൻ നെവർ ഗോസ്, ഐ നോ. ഡു യു ഓൾസോ ഫീൽ, അതായത് ഇത് കാണാൻ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതാണെങ്കിൽ ഇവിടെ ഫെൽറ്റ് ഇങ്ങനെ? ഇല്ല, അച്ഛന് മമ്മൂക്കനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അച്ഛൻ കാണണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രീസ്റ്റ് നമ്മൾ ബിഫോർ കോവിഡ് ആയിരുന്നു നമ്മളത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ആഫ്റ്റർ കോവിഡാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്ത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ അച്ഛനറിയാം ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നുള്ളത് അച്ഛനറിയാം എന്നുള്ളതിൽ കഴിഞ്ഞിട്ട് അച്ഛൻ ആ സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ അത് അച്ഛൻ കണ്ടില്ലല്ലോ എന്നുള്ളത് എനിക്ക് വലിയൊരു വിഷമമാണ്. ഈ മമ്മൂക്കനെ അച്ഛന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് തോന്നുമായിരുന്നു അച്ഛൻ അത് കണ്ടിരുന്നെങ്കിൽ അച്ഛൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചേനെ എന്നെനിക്ക് തോന്നുന്നു. അത്രയും കുറച്ച് വയ്യാണ്ടിരിക്കുക ആയതുകൊണ്ട് തന്നെ എൻ്റെ സിനിമകൾ വരുമ്പോൾ മാത്രമേ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണുള്ളൂ. അപ്പോഴും അത് എത്രത്തോളം അച്ഛനത് എന്താ പറയുക
കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ മമ്മൂക്കയുടെ സിനിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അച്ഛനത് ഫുൾ അത്രയും കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് കണ്ടേനെ, അച്ഛനതിൽ ഹാപ്പി ആയേനെ, പ്രൗഡായേനെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അച്ഛൻ അറിയായിരുന്നു ഞാൻ സിനിമ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതിൻ്റെ ഒരു കാണാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നൊരു സാധനമാണ് എനിക്ക് അങ്ങനെ തോന്നുമ്പം അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നൊരു കാര്യം അതാണ്. പെൺകുട്ടിയുടെ അവൾ ഇൻഡിപെൻഡൻ്റായി ഓളുടെ കയ്യിൽ കാശൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബവും നോക്കൂല, ഭർത്താവിനെ നോക്കൂല. റീസെൻ്റായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ചില റീലുകളിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. ഡിവോഴ്സ് പെരുകണ എന്താ? പെൺകുട്ടികളുടെ എല്ലാം കയ്യിൽ പൈസയാണ്. പെൺകുട്ടികളെന്താ കല്യാണം കഴിക്കാത്ത? പെൺകുട്ടികളുടെ എല്ലാം കയ്യിൽ പൈസയാണ്. അപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരണേ. ഭർത്താവിനെ നോക്കാൻ പറ്റില്ല, കുടുംബം നോക്കാൻ പറ്റില്ല. ഒക്കെ സിമിലറായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും നോക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അപ്പോൾ ഈ ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും നന്നാക്കേണ്ടത് പെണ്ണാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. നിഖിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത എന്തെങ്കിലും വന്നിട്ടുണ്ട്? ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ സ്വയം നന്നാവുക എന്ന് പറയുന്നതാണ് എൻ്റെ പോളിസി. ഞാൻ നിങ്ങളെ നന്നാക്കുകയില്ല, എനിക്ക് നിങ്ങളെ മോശമാക്കാനും താല്പര്യമില്ല. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്ന സ്പേസ് നമുക്കുണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പരിധി കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കരുത്. നമ്മൾ സഹിച്ച് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുമ്പോൾ ചെയ്യാമായിരുന്നു, നമുക്ക് വേറൊരു ലൈഫ് ഉണ്ടായേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്തത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തതോ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടായിരിക്കും അതില്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ സിനിമയിൽ വന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുമ്പം ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചതൊരു മുസ്ലിം കോളേജിലാണ്, സർ സയ്യിദ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ തന്നെ ഒരു 10-20 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കും. ഞങ്ങൾ അവിടുത്തെ ഒരു സെറ്റപ്പിൽ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇത് കഴിഞ്ഞിട്ട് പഠിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കും, ഭർത്താവ് പഠിക്കാൻ വിടും. ഞാൻ ഭർത്താവല്ല പഠിക്കാൻ വിടണം, നീ പഠിക്കുമോ എന്നുള്ളതാണ് ചോദിക്കണേന്ന്. അപ്പം ഞാൻ ഈ പറഞ്ഞ് ശല്യം ചെയ്തിട്ട് ഇപ്പോൾ പഠിച്ച ഡിഗ്രി എടുത്ത എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതായത് എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നിങ്ങൾക്ക് അറിയില്ല, ഇപ്പം അറിയില്ല. അതായത് നാളെ എന്തെങ്കിലും, അതിപ്പം ഡിവോഴ്സ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഭർത്താവിനൊരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് വെറുതെ നോക്കി നിൽക്കുന്ന പോലത്തെ ഒരു സ്പേസിൽ നിങ്ങൾ വരരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുമുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് നല്ല പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഒരു 18 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ കൊല്ലാൻ വിടുന്ന പോലത്തെ ഒരു തോന്നലാണ്. അപ്പം ഇപ്പോഴും എന്നോടും എൻ്റെ അമ്മ പറയും കല്യാണം കഴിക്കണം. എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയി എന്നും എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് ചെയ്യാൻ തോന്നുന്നു അന്നേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്കാർക്കും എന്നെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിക്കില്ല എന്നല്ല, എനിക്ക് എപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്കൊരു റൈറ്റ് പേഴ്സൺ വന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ന പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ അല്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പാളിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കതിൽ വിശ്വാസമില്ല. ഞാനാ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നതിന് എനിക്ക് അവരുടെ തല്ല് കുറ്റം കെട്ടി വയ്ക്കാനല്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല. നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിരുന്നെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നതിലും എനിക്ക് ചോയ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്കത് എടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് എല്ലാവരും വരണം എന്നുള്ളത് അതിപ്പോൾ ഞാൻ സ്ത്രീകളുടെ കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ, അതിൽ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന പുരുഷന്മാരും ഉണ്ട്. അവരോടുമാണ് പറയുന്നത്, നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളപ്പോഴും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുക. അല്ലെങ്കിൽ ഒരു മനുഷ്യരും മോശം ആൾക്കാരല്ല ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും നല്ല ആൾക്കാരുമല്ല. ചില ആൾക്കാരുടെ ചില സ്വഭാവങ്ങളും നമ്മളുടെ സ്വഭാവവും തമ്മിൽ ചേരണം എന്നില്ല എന്ന് വിചാരിച്ചിട്ട് അയാളൊരു മോശം ആളാവണമെന്നോ അല്ലെങ്കിൽ അയാൾ വളരെ മോശം ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റിയൊക്കെ അയാൾക്ക് ഉണ്ടാകും. പക്ഷെ അത് വേറൊരു സ്ഥലത്ത് ചിലപ്പം ഓക്കെ ആയിരിക്കും. വേറൊരു തരത്തിൽ ഇപ്പം എൻ്റെ അടുത്ത് എനിക്കൊരു നോർമലായിട്ടുള്ള ഒരു
ഇപ്പോൾ പണ്ട് ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല അങ്ങനെ ഒരു നോർമൽ കല്യാണം അങ്ങനെ ഒരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഇപ്പം കുറച്ചും കൂടെ നമ്മൾ ലോകം കാണുന്നത് കൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭാര്യ ഭർത്താവ് വലിയ ആളായിരിക്കണം, ഭാര്യ ചെറിയ ആളായിരിക്കണം, അങ്ങനെ ഒരു ഇതിലെനിക്ക് ചിലപ്പം ഫങ്ഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ഞാൻ തന്നെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയായിരിക്കും ബെറ്റർ എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. പണ്ടൊക്കെ ഇപ്പം ഒരു എൻ്റെയൊക്കെ ഫ്രണ്ട്സ് പറയും ഒരു 25 വയസ്സ് വരെയൊക്കെ വീട്ടിൽ മറ്റേ പ്രേമിച്ച പ്രശ്നമായിരുന്നു, മറ്റേ ആരെ കല്യാണം കഴിക്കുന്നു, ഏത് ജാതിയിലുള്ള ആളെ കല്യാണം, മറ്റേ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും. ഇപ്പം ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഈ 28 കഴിഞ്ഞാൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറ, ആരെ വേണമെങ്കിലും ഞങ്ങൾ കെട്ടിച്ചേരാം എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. അവർക്കും ഇതാണ്, അവർ ഈ സോഷ്യൽ പ്രഷറിനല്ലേ കല്യാണം കഴിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് എനിക്കറിയത്തില്ല എത്ര പേര് ആ ഒരു ഏജിലും ആ ഒരു സമയത്തും അത് അറിഞ്ഞാൽ പോലും 20-ൽ 18 യു നോട്ട് മെച്ചുവർഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് വേൾഡ്. ഒന്നും അറിയില്ല. എനിക്ക് എൻ്റെ ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എൻ്റെ വലിപ്പമുള്ള മക്കളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാറില്ല അപ്പോഴും കല്യാണം കഴിക്കണം എന്നോ. കാരണം അവർ ഈ കുട്ടീനെ വളർത്തിയായിരിക്കും ഇത് കുട്ടീനെ വളർത്താൻ പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെയല്ലല്ലോ ഒരു കുട്ടീനെ വളർത്തേണ്ടത്. നമുക്ക് അതൊരു കുട്ടിയാണ്, ആ കുട്ടിക്ക് ഒരു ലൈഫ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് വേണ്ടേ നമ്മളൊരു കുട്ടീനെ. പാരൻറ്റിങ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ നമ്മളൊരു കുട്ടീനെ വളർത്തുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു കല്യാണം ആണെങ്കിലും ഓക്കെ, ഇതാണ് ഇപ്പം ഇങ്ങനെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഇതിനെ നമ്മളെങ്ങനെ സോർട്ട് ചെയ്യണം, ഇതൊക്കെ നമുക്ക് ഒരു പ്രായത്തിൻ്റെ മേലല്ലേ നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയുള്ളൂ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആകെ എക്സാമിന് വേണ്ടി പഠിച്ച് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമുക്ക് ഒന്നും അറിയില്ലല്ലോ. എത്ര പേരുണ്ട് ഈ പറയുന്ന ബുക്ക് വായിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലോക സിനിമകൾ കാണുകയും അല്ലെങ്കിൽ ന്യൂസ് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന എത്ര ആൾക്കാരാണ് ആ ഒരു പ്രായത്തിലുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എങ്ങനെയാണെന്ന്. പക്ഷെ സർവൈവ് ചെയ്യും കേട്ടോ, അവരൊക്കെ സർവൈവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഹൗ എന്നുള്ളത് അവർ മാത്രമേ അറിയണുള്ളൂ. അതുകൊണ്ട് പക്ഷേ ഈ പിള്ളേരെയൊക്കെ കാണുമ്പോഴേ ഇപ്പോൾ ഗെറ്റ് സെറ്റ് ബേബിയിൽ വരുമ്പോൾ കുറേ ബേബീസിനെ കാണുന്നുണ്ടല്ലോ. സാധാരണയൊക്കെ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് നന്നായി നടക്കുന്ന കപ്പിൾസിനെ കാണുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നും. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സിനിമ നിറച്ച് കുഞ്ഞുങ്ങളാണല്ലോ, അവരെ കാണുമ്പോൾ നമുക്ക് ഒരു ഓമനത്വം, നമുക്കൊരു കുട്ടി വേണം തോന്നുന്നൊക്കെ. താങ്കൾക്ക് ഇതൊന്നും തോന്നിയില്ല? എനിക്കിതൊക്കെ എന്ന് പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ കുട്ടിയാണ്. അപ്പം എൻ്റെ വീട്ടിൽ പോയി ഞാനാണ് ഇളയത്, ഏറ്റവും ചെറുത്. എൻ്റെ അച്ഛൻ എനിക്ക് 26 വയസ്സുള്ളപ്പോഴോ 27 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ അത് ഒരു കല്യാണപ്രായമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനെ പറ്റി മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പം ഞാൻ അച്ഛനോട് അച്ഛൻ ഞാൻ കല്യാണം കഴിക്കണ്ടേ, എനിക്ക് അച്ഛൻ പറയും നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്നാണ്. അപ്പം അപ്പം അമ്മ എപ്പോഴും പറയും അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കല്യാണം. ഞാൻ പറയും എൻ്റെ അല്ല, ഞാൻ കല്യാണം കഴിക്കേണ്ടെന്ന് അച്ഛൻ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളർന്നിട്ടില്ല എന്നാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ വളർന്നു എന്നുള്ളത് വീട്ടിൽ പോകുമ്പോൾ തോന്നാറില്ല. അപ്പോൾ എന്നെ അവരും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മറ്റേ വളർന്നൊരു വലിയ ആളായി എന്നുള്ള സാധനം എടുക്കാനൊരു സുഖം ചേച്ചി. പക്ഷേ ഈ നാട്ടും പ്രദേശത്ത് വരുമ്പോൾ 2 പെൺകുട്ടികളുള്ള വീടൊക്കെ വരുമ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ആളുകൾ പറയുമല്ലോ ഇത്ര സ്ത്രീധനം കൊടുക്കണം, ഇപ്പോഴേ കാശുണ്ടാക്കണം, മൂത്തോളുടെ കല്യാണം കഴിയണം, എന്നിട്ട് വേണം 2 പെൺകുട്ടികളുണ്ട്. ഈ ഡയലോഗ്സൊക്കെ പലപ്പോഴും നാട്ടുപുറത്ത് കേൾക്കുന്നൊരു ഡയലോഗാണ്. ഇപ്പോൾ നിഖില കേട്ടിട്ടില്ല, ചേച്ചിയെക്കുറിച്ചാണിത് കേട്ടത്. പക്ഷെ നിഖിലയുടെ പേരൻസിനെ കുറിച്ച് നിഖില തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രോഗ്രസീവായിട്ടുള്ള, വളരെ സപ്പോർട്ടീവായിട്ടുള്ള. എൻ്റെ അമ്മ അങ്ങനെ പ്രോഗ്രസീവായിട്ടുള്ള ആളല്ല. ജനറലി പറയുകയാണെങ്കിൽ ഈ പറയുന്ന അതേ സോഷ്യൽ സ്ട്രക്ചറിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ഇത് പഠിപ്പിച്ച് അമ്മ കുറച്ചുകൂടെ ഓക്കെ എന്നാൽ കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അമ്മ എത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് എന്നാലും ഒരു 10 പേര് ഒരു 10 ദിവസം പറഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാവാം. പക്ഷേ അമ്മ കുറേയും കൂടെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പാരൻ്റാണ്. അല്ലാതെ മറ്റേ പറ്റില്ല എന്നുള്ള പോലത്തെ ഒരാളല്ല. ഞാനത് എൻ്റെ മക്കളത് ചെയ്തേ പറ്റൂ അങ്ങനെയുള്ള ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അമ്മ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി. അമ്മ നമ്മളുടെയൊക്കെ വീട്ടിലുള്ള പാരൻസിനെ പോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ്. പക്ഷെ ഞങ്ങളെപ്പോഴും എല്ലാ കാര്യങ്ങളിലും അമ്മയോട് ഇത് ഞങ്ങൾ ഫീഡ് ചെയ്ത് കൊടുത്ത് ഇതങ്ങനെയല്ല,
ഇങ്ങനെ പറയരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ പറയുന്നത് അയാൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, നിങ്ങളെപ്പോലെ അല്ലല്ലോ നമ്മളാവേണ്ടത്, അതായത് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ലൈഫാണ് എനിക്ക് വേണമെന്നുള്ളതാണോ അമ്മ എക്സ്പെക്ട് ചെയ്യുന്നത്, അതോ ഞാനൊരു നല്ല ലൈഫ് ലീഡ് ചെയ്യണമെന്നാണോ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് പക്ഷെ അമ്മ റിയലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് പലപ്പോഴും വീട്ടിൽ നമുക്ക് പറ്റാത്തത് നമ്മളുടെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനാണല്ലേ. ശരിയാ. നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അത് നമ്മുടെ പാരൻസിൻ്റെ അടുത്താണ് ആലോചിക്കണം കേട്ടോ. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനൊക്കെ അവളോട് അച്ഛൻ ഇനി എത്ര കാലമുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ, നിങ്ങളെപ്പോഴും ഉണ്ടല്ലോ, വെറുതെ പെണ്ണിനെ പറഞ്ഞ ആ സമയത്ത് കല്യാണം കഴിപ്പിച്ചു എന്ന് ഞാൻ എപ്പോഴും പറയും എൻ്റെ മാമൻ്റെ അടുത്ത്. മാമൻ എപ്പോഴും പറയും അത് പിന്നെ അങ്ങനെ. ഞാൻ അപ്പം അവളാണെങ്കിൽ അവർ 2 കുട്ടികളാണ്. മൂത്ത കുട്ടി അവളതിൽ ഓക്കെ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്നൊരു മൂത്ത കുട്ടി, സാരമില്ല അച്ഛാ, കുഴപ്പമില്ല, അച്ഛൻ വയസ്സായാലും അച്ഛൻ കിടക്കുമ്പോൾ ആണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന ഒരു ഇളയ കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും നീ അവളെ കണ്ട് പഠിക്കുന്നത്. രണ്ടും ഒരാളെ കൃത്യമായി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സ്പേസിലാണ്. അതായത് നമ്മളെ പാരൻസ് ചെയ്യുന്നതാണല്ലോ. അവരുടെ ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞ് നാട്ടുകാരെന്ത് പറയുന്നു പറഞ്ഞ് എൻ്റെ അനിയനെ അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന കാര്യം ചെയ്യിക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് വേണോ മക്കളെ ഇപ്പോൾ ഒരു കല്യാണം, നിനക്ക് തോന്നുന്നുണ്ടോ ഒരു കല്യാണം കഴിക്കാൻ നിനക്ക് പറ്റുന്നു എന്നൊന്നും ഒരിക്കലും ചോദിച്ചിട്ട് കല്യാണം കഴിപ്പിക്കില്ലല്ലോ. അപ്പം എൻ്റെ അമ്മയെ ഞങ്ങൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്യും. അപ്പം അമ്മ പുറത്ത് പോയിട്ട് അമ്മ എന്തിനിപ്പോൾ കല്യാണം കഴിക്കണം, അവൾ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറ്റും എന്ന് പറയുകയും ചെയ്യും. അമ്മയ്ക്കും അതേ സ്ട്രക്ചറിലൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഫീഡ് ചെയ്ത് നമ്മളാണ് പ്രോഗ്രസീവ് ആക്കിയത്, നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. അമ്മയ്ക്ക് ഒപ്പീനിയൻ ചോദിക്കാൻ ഞങ്ങൾ 2 പേരുമേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. പിന്നെ അമ്മ അത് കേൾക്കും എന്നുള്ളതും അമ്മയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെ ഒരു ഡിസ്കഷനുള്ള സ്പേസ് ഉള്ള വീടായിരുന്നു എൻ്റെത്. അല്ലാതെ മറ്റേ അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ നിങ്ങൾ മക്കളാണ്, അമ്മമാർ പറയണ കേട്ടോണം എന്നൊക്കെ എൻ്റെ അമ്മ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ പറയാൻ. പക്ഷെ നടക്കാറില്ല. പല വീട്ടിലും ഉണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലാണ്ട് അത് പറഞ്ഞു, എൻ്റെ വീട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഡിസ്കഷൻസിനും അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ മക്കൾക്ക് പറയാൻ സ്പേസ് കൊടുക്കുന്ന വീടാണ്. അല്ലാതെ മറ്റേ പൂട്ടിയിടുന്ന വീടല്ല. ഇപ്പം ഈ മാമനെയൊക്കെ ഞങ്ങൾ വീട്ടിൽ വരുത്തിയിരുത്തിയാണ് നിങ്ങളെന്താ വിചാരിക്കണത്, മാമനെ വരെ ഞങ്ങൾ ഉപദേശിക്കും, അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവർ കാണാത്ത എന്തൊക്കെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടും കൂടെയാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. കാരണം അവർ പറയുമ്പോൾ ഒരുപാട് ഓണം നമ്മളെക്കാട്ടിലും കൂടുതൽ ഉണ്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സ്ഥലത്തു നിന്നാണല്ലോ ഈ ഓണം ഉണ്ടത്. നമ്മൾ പല സ്ഥലത്തുനിന്ന് ഓണം ഉണ്ടെന്നതിൻ്റെ ഒരു വ്യത്യാസം ഒരേ സ്ഥലത്തിരുന്ന് ഒരേ വീട്ടിൽ ഒരേ ചുമരിൻ്റെ താഴെ ഇരുന്നിട്ട് ഉണ്ണുന്ന ഓണത്തിനും പല സ്ഥലത്തിരുന്ന് ഉണ്ണുന്ന ഓണത്തിനും വ്യത്യാസം എനിക്കറിയില്ലായിരുന്നു. അടുത്ത ഓണം ഒരു അവസരത്തിൽ ഇപ്പം ഇതുപോലൊരു സെറ്റപ്പിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ലവ് 24/7 എന്ന് പറയുന്ന ഒരു മൂവി ചെയ്യുകയാണല്ലോ. ഈ സിനിമ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഈ സിനിമ ചെയ്യുന്നത്. ആദ്യം നമ്മൾ സംസാരിച്ച പോലെ സിനിമ എന്ന് പറയുന്നത് അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ല. നമ്മൾ വിചാരിക്കണ പോലെ ഈ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ വരണം എന്നൊന്നും ഒരു ഉറപ്പില്ലാത്തൊരു ഫീൽഡ്. പക്ഷേ വളരെ ബോൾഡായിട്ട് അതിനുശേഷം സിനിമ എനിക്കെന്ന് ഒരു ഡിസിഷൻ എടുത്ത ഒരാളാണ് നിഖില. ഈ ഒരു സിനിമ അത്രയും കോൺഫിഡൻസ് തന്നതാണോ, അതോ ആ ഒരു സമയത്തൊരു ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് ഇതാണ് ഞാൻ ചെയ്യുന്നത്, അതോ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അങ്ങനെയായിരുന്നു? അങ്ങനെയല്ല. ലവ് 24/7 വരുന്നത് ബാലേച്ചി ഉള്ളത് കൊണ്ടാണ്. ബാലേച്ചി അല്ല ആ സിനിമ ഡയറക്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ആ സിനിമ ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ആ സമയത്ത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മറ്റേ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ജോലി എടുക്കുക, വീട് നോക്കുക, എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, അങ്ങനെയുള്ളൊരു തോട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അല്ലാണ്ട് സിനിമ ചെയ്താലാണിത് കിട്ടുക എന്നുള്ളതൊന്നും ഉണ്ട്. അപ്പം സിനിമ ചെയ്യുമ്പം ഓക്കെ നമുക്ക് പൈസ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളതുകൊണ്ട് ഓക്കെ, എന്നാൽ പിന്നെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്നാൽ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സമയത്തൊക്കെ സിനിമ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല ആ സമയത്ത് ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കങ്ങനെ വലിയ ഇപ്പം എനിക്ക് പണ്ട് മുതലേ സിനിമയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരാണ്. എനിക്കങ്ങനെ ഇല്ല, എനിക്കങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. സിനിമ ചെയ്യണമെന്ന് ഞാൻ എന്നോട് ആരെങ്കിലും പറയുമ്പോൾ ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഈ പറയുന്ന അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഉള്ള ആൾക്കാരില്ല. എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ എന്നാൽ പോയി ചെയ്തോ എന്ന് പറഞ്ഞു. ഓക്കെ ശരി ഞാനും പോയി ചെയ്യാമെന്ന് പറഞ്ഞ് പോയി ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രോസസ്സിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് പിന്നെ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത്. അങ്ങനെ കണ്ടു തുടങ്ങിയപ്പം എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഈ മേക്കിംഗ് പ്രോസസ്സ് ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ 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 ഇങ്ങനെ എത്തി. ഇവർ വെച്ച് നമ്മൾ സിനിമ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഇല്ല, എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ണിക്കും അവർക്കും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ഫാമിലി സെറ്റപ്പിലാണ് എൻ്റെ ഇതൊക്കെ പോകുന്നത്. അപ്പൊ സെറ്റിൽ ചെന്ന് കൊച്ചിനെ എടുക്കുക കളിപ്പിക്കുക പരിപാടിയൊന്നും ഇല്ല. ഹോസ്പിറ്റൽ സെറ്റപ്പിലൊക്കെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മുത്തുമണി ചേച്ചിയുണ്ട്, പുണ്യ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹോസ്പിറ്റൽ സെറ്റപ്പിലുണ്ടായിരുന്നു. അവർക്കാണ് ഇതൊക്കെ ഡീൽ ചെയ്ത് വന്നിട്ടുണ്ടാവുക. എനിക്ക് അത്രയും ഞാൻ കുട്ടികളെ എടുത്തിട്ടില്ല. എനിക്ക് കുട്ടികളുടെ കൂടെ അങ്ങനെ സീനുകളൊന്നുമില്ല. കുട്ടിയുടെ എനിക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു, കുട്ടികളില്ലായിരുന്നു. ഒരു പട്ടി ഉണ്ടായിരുന്നു. എനിക്ക് പട്ടിനെയും പേടിയാ, കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പേടിയാ, പട്ടീനെ ഭയങ്കര പേടിയാ. ആ രണ്ടും ആ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ കുറച്ച് സമയം എടുക്കും. എനിക്ക് ലാളിക്കാൻ കൊഞ്ചിക്കാനൊന്നും അറിയില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതായത് മനസ്സിലാവുന്നു, കിട്ടി. അതായത് പട്ടികളെ പെറ്റിയാന്ന് പറയുന്നതൊക്കെ അല്ലേ, അതെനിക്കും പറ്റും. അതെനിക്ക് അറിയില്ല. അപ്പം ഞാൻ ഒരു മനുഷ്യരോട് പെരുമാറുന്ന ഒരാളെ ഞാൻ ഓക്കെ വരരുത്, സുഖല്ലേ, അത്രയൊക്കെ എനിക്ക് പട്ടിയായിട്ടുള്ള ബന്ധമുള്ളൂ. മതി, സമയം എടുത്തോളൂ. പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനൊരു പണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണാൻ വരുമ്പോൾ അവരുടെ പട്ടീനെ വീട്ടിലാക്കിയിട്ട് വരും. അപ്പം ഞാൻ താമസിച്ചപ്പോൾ എൻ്റെ ഫ്ലാറ്റ് മേറ്റ്സിന് ഒരു പട്ടി ഉണ്ടായിരുന്നു. ഞാനൊരു വീട്ടിലൊരു പട്ടിയൊക്കെ ആയിട്ട് താമസിച്ചിട്ടുണ്ട്. പക്ഷേ പട്ടിയായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം. അവൾക്കെന്നാൽ കുട്ടികളെ നോക്കാൻ അറിയില്ല. അവൾ പട്ടികളെ വളരെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അവൾക്ക് കുട്ടികൾ എനിക്ക് വേണ്ട, എനിക്ക് പട്ടി, അവൾ മറ്റേ ഡോഗ് മദർ, അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. പട്ടി എന്ന് പറയരുത് കേട്ടോ അവരുടെ അടുത്ത്. അവള് പട്ടിയുടെ അടുത്ത് ഞാൻ അവളുടെ ചിറ്റയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിറ്റ വന്നിരിക്കും. ഞാൻ ആരോടാണ് ഇവിടെ ചിറ്റ വന്നിരിക്കുന്നത് പറയുമ്പോൾ പട്ടി. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പട്ടി എന്ന് പറഞ്ഞപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നായ്ക്കുട്ടിന്നെങ്കിലും പറയേ, പട്ടി എന്നൊക്കെ വിളിക്കല്ലേ. അല്ല, പട്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്നല്ലോ, പട്ടി ഞാൻ പറഞ്ഞു എടാ നിന്റെ പട്ടി എന്ന് പറഞ്ഞു നായ്ക്കുട്ടിന്നെങ്കിലും പറയൂ, എനിക്കിത് സങ്കടമാണെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാവും. ഈ ഡാൻസർ ആയിരുന്നില്ലേ, അമ്മ ഡാൻസ്, അതിൽ നിന്നാണ് താങ്കളുടെയും ഡാൻസ് കിട്ടിയത്? എന്നെ ഡാൻസർ എന്നൊന്നും വിളിക്കാൻ മാത്രം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഡാൻസർ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിൽ ഭയങ്കര ഒരു ഡെഡിക്കേഷനോട് കൂടി അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡാൻസർ എന്ന് വിളിക്കേണ്ടത്. പിന്നെ നിങ്ങൾ എന്തിനാ ഡാൻസ് പഠിച്ചു? ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് ഞാനിപ്പോൾ കളിക്കാറൊന്നുമില്ല. അങ്ങനെ ഇപ്പം നിർത്തിയത്. ഞാൻ വളരെ കുറച്ച് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പം കളിക്കുക, അങ്ങനെയൊന്നും അല്ലാതെ ഡെയിലി പ്രാക്ടീസോ അങ്ങനെയുള്ള ഒരാളല്ല. നമുക്ക് എൻ്റെ അമ്മ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിലുള്ള ഡാൻസേഴ്സ്, നമുക്കറിയുന്ന ഒരുപാട് റിനോൺഡ് ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവർക്ക് അതിനോടുള്ളൊരു ഡെഡിക്കേഷനും പാഷനും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരെ നമുക്ക് വൃത്തിയായിട്ട് വിളിക്കാം ഡാൻസർ. എന്നെയൊക്കെ ഡാൻസർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര അങ്ങനെയല്ല. ഞാൻ പഠിച്ചിട്ടുണ്ട് ഡാൻസ്, അത്രേ ഉള്ളൂ. ഞാൻ ഡാൻസർ എന്ന് എന്നെ വിളിക്കാൻ പാടില്ല. ആ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളൊരു വലിയ സ്റ്റേജിന് മുന്നിലാണ് നമ്മുടെ ഈ പ്രത്യേകിച്ച് യൂത്ത് ഫെസ്റ്റിവൽസ് എല്ലാം വരുമ്പോൾ അരങ്ങേറ്റം തൊട്ട് നമ്മൾ അങ്ങനെയാണല്ലോ. ഏതെങ്കിലും തരത്തിൽ ആ ഒരു സ്റ്റേജും പെർഫോമൻസും ഒക്കെ ഈ അഭിനയത്തിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ആളുകളെ ഫേസ് ചെയ്ത് എവിടെ നിന്ന് അഭിനയിക്കാനും എനിക്കിപ്പോഴും ആ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ ആക്ഷനും കട്ടിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഇപ്പം മോണാക്ടൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ സ്റ്റേജിൽ കയറി ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുന്നത് വരെ നമുക്ക് ആ പേടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളാണ് പല ക്യാരക്ടേഴ്സായിട്ട് പ്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു യൂത്ത് ഫെസ്റ്റിവലും ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റ് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഒരുപാട് ആക്ടേഴ്സിന് ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഐലൈനിലെ ആൾക്കാർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. എനിക്കും അതേ പ്രശ്നമുണ്ട്. എനിക്ക് പെട്ടെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഡിസ്ട്രാക്ഷൻ വരും. അങ്ങനെ അല്ലാണ്ട് ആ സമയത്ത് ഒരു ആക്ഷൻ പറയുമ്പോൾ ഞാനും എൻ്റെ കോ ആക്ടറും മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിച്ചിട്ടാണ്
അത് ചെയ്യുക. അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തെ ആൾക്കാരുണ്ട് എന്നുള്ളത് കോൺഷ്യസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങനെ വിചാരിച്ചാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാവുന്നത് നമുക്ക് ഭയങ്കര പേഴ്സണലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റാണ്. അപ്പം ശരിക്കും അങ്ങനെ ഇപ്പം എനിക്കറിയില്ല, ഇപ്പോൾ ഒരു മോണാക്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ കയറുന്നത് വരെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. പക്ഷെ ആ ചെയ്യുന്ന ഒരു 5 മിനിറ്റിൽ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്യാനാണ് നമ്മളവിടെ കയറിയെന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യും. അത് എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത്ര നന്നായി ചെയ്തിട്ടിറങ്ങുക എന്നുള്ളത് മാത്രമേ വിചാരിക്കാറുള്ളൂ. അല്ലാണ്ട് അതും എനിക്ക് തോന്നുന്നു, ഞാൻ പറയില്ലേ, അതൊക്കെ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ചെയ്തത് ഇപ്പോൾ കിട്ടുന്ന ഒരു കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. സിനിമ ചെയ്യുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കോൺഷ്യസ്ലി ഈ ഡാൻസേഴ്സിന് നമ്മൾ റെഗുലർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ക്ലാസിക്കലാവുമ്പം ചില പ്രത്യേക എക്സ്പ്രഷൻസൊക്കെ നമുക്കൊരു അങ്ങനെ ഭയങ്കര ഡാൻസ് റിലേറ്റഡ് ആയിട്ട് വരും. അപ്പം അത് കോൺഷ്യസ്ലി വരാതിരിക്കാനും കൂടെ ഞാൻ ഡാൻസ് ചെയ്യാതിരിക്കാറുണ്ടായിരുന്നു. ബാധ്യതയാവാറുണ്ട് അത് പലപ്പോഴും ഉള്ളതുപോലെ. വ്യത്യസ്തതയുള്ള സിനിമകളും ഇപ്പം അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണ്. വന്ന് അവസരങ്ങൾ റോളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരേ സാധനം പിന്നെയോ അങ്ങനെയൊന്നുമില്ല. ഈ സിനിമകളിലൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ വരുവാണെങ്കിൽ പോലും ആശീർവാദ് ഫിലിം അവരാദ്യമായിട്ട് പുറത്തുനിന്ന് ഒരാളെ വെച്ചിട്ട് ചെയ്യണ ഒരു മൂവിയാണ്. അതുപോലെ അതിൻ്റെ മ്യൂസിക് വിക്രമേതയുടെ ചെയ്ത അല്ലേ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഈ സിനിമയിലോട്ട് വരുമ്പോൾ നമ്മളിനി കാണാനായിട്ട് ഉണ്ട്? ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഞാനും ഉണ്ണിയും ഫസ്റ്റ് പെയർ ചെയ്യുന്നൊരു സിനിമയാണ്. ഇതിന് മുന്നേ ഒരുപാട് സിനിമകൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഇങ്ങനൊരു സിനിമ ചെയ്തപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ റൈറ്റ് സിനിമ എന്നുള്ളതുണ്ടാവുമല്ലോ. അങ്ങനെ കറക്റ്റ് ഇതായിരിക്കും ഈ സമയത്ത് ഇതായിരിക്കും ചെയ്യേണ്ടതെന്ന് തോന്നുന്നത് പോലെ സമയത്ത് അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. പിന്നെ വിനയ് ഗോവിന്ദ് ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഗെറ്റ് സെറ്റ് ബേബി തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ അത് കാണാൻ വരുന്നവരോട് ആരൊക്കെയാണ് കാണാൻ വരേണ്ടത്, എങ്ങനെയുള്ളവരാണ് കാണാൻ വരേണ്ടത്, എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചാൽ? ഗെറ്റ് സെറ്റ് ബേബി ഒരു DC ഫാമിലി മൂവിയാണ്. കാണാൻ വരേണ്ടവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞവർക്ക് വരാം, കല്യാണം കഴിക്കാത്തവർക്ക് വരാം, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വരാം. കല്യാണം കഴിഞ്ഞവർക്കും അതിന് ശേഷം അങ്ങോട്ട് ഉള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങളൊക്കെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളൊന്നും വേണ്ടേ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും എപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ഒരു എപ്പോഴും അത് നിങ്ങളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ അത്. അപ്പോൾ പിന്നെ നമ്മൾ വാശിക്കൊക്കെ കുട്ടികളുണ്ടാക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്, ഇന്നൊരു കുട്ടീനുണ്ടായി കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പെൺകുട്ടീനെ മാത്രമല്ല കേട്ടോ എഫക്റ്റ് ചെയ്യുക. ഈ പറയുന്നത് പോലെ മെൻ ഷുഡ് ഓൾസോ വാച്ച് ദിസ് മൂവി. ബിക്കോസ് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവാണ് സിനിമയ്ക്ക്. ഉണ്ണിയുടെ ലൈഫ് സ്റ്റോറി ഉണ്ട്, മൾട്ടിപ്പിൾ സുരഭി ചേച്ചി സുധീഷ് ചേട്ടൻ്റെ ഒരു ഫാമിലി ഉണ്ട്, ചെമ്പൻ ചേട്ടനും ഷിബിലയ്ക്കും ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും പല കാര്യങ്ങൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു വലിയ സിനിമയിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് പോകുമ്പം ചിലപ്പം ആൾക്കാരിലേക്ക് അത് കൂടുതൽ റീച്ചാവും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും എന്ന് തോന്നാനുള്ളൊരു കാരണം. പിന്നെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സിനിമയാണ്. സജീവേട്ടൻ ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. സജീവേട്ടൻ ഫസ്റ്റ് ടൈം ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നു. അതും ആ പ്രൊഡക്ഷനിൽ ഞങ്ങൾ സ്കന്ത മൂവീസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനും ഉണ്ണിയും ഒക്കെ ഫസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അവർക്ക് മറ്റേ ഫസ്റ്റ് ബേബി പോലൊരു ഇതാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വിനയ് ഗോവിന്ദിൻ്റെ കോഹിനൂറിന് ശേഷം ഒരു 10 വർഷത്തിന് ശേഷമാണ് താരം ചെയ്യാനിരുന്നു. താരം ഡിലേ ആയപ്പം
ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നൊരു സിനിമ. അപ്പം പുള്ളിയുടെ ഒരു ഡ്രീമാണ് ഒരു 10 വർഷത്തിന് ശേഷം. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ താരം ചെയ്യുന്ന സമയത്ത് കുട്ടീനെ ഫസ്റ്റ് ടൈം ആ സിനിമ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവരുടെ ഒരു ഈ സിനിമയുടെ ഈ ഒരുപാട് കാര്യങ്ങൾ വിനയ് ഗോവിന്ദൻ്റെ ലൈഫിൽ നിന്ന് ഈ കോവിഡ് സമയത്ത് ആയ കുട്ടിയും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കുറേ കഥകളൊക്കെ വിനയ് ഗോവിന്ദനുമുണ്ട്. അപ്പം എല്ലാ ഫാമിലിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഞങ്ങളും വളരെ പ്രതീക്ഷയോടെ ചെന്ന് കാണും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം നിഖില. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.